ബിഗ് ബോസ് സീസൺ 8 ഇത്തവണ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഇത്തവണ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആൾക്കാരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ണിക്കണ്ണൻ വരാൻ ചാൻസസ് ഒന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാം. കുറച്ച് ലൈം ലൈറ്റിലൊക്കെ ഇപ്പോൾ വന്ന ആളാണല്ലോ പ്രിയങ്ക അനൂപ് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു കോൺട്രവേഴ്സി ആണല്ലോ, അപ്പോൾ ഉണ്ടാവാൻ ഒരു ചാൻസ് കാണുന്നു. പിന്നെ നമ്മുടെ അർജുൻ ട്രോൾ വീഡിയോസൊക്കെ ചെയ്യുന്ന പെട്ടെന്ന് വൈറലായ ആളുണ്ടാവാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ AGP അലൻ ജോസ് പെരേര എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ വീഡിയോസായിട്ട് ആളുടെ ഉണ്ടാവും. AGPയും ഉണ്ടാവാനുള്ളൊരു ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ കന്യ ഭാരതി ചന്ദനമഴ സീരിയലിലെയൊക്കെ ആക്ട്രസ്, അവർക്കും ഒരു ചാൻസ് കാണുന്നുണ്ട്. തൊപ്പി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ തവണക്ക് കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായതാണല്ലോ, ഒരു കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് ടൈമിൽ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം തൊപ്പിക്കും ഒരു ചാൻസ് കാണുന്നുണ്ട്. അടുത്തതായി അപർണ തോമസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മോഡൽ വ്ളോഗർ ഒക്കെയാണല്ലോ, അപ്പോൾ അവർക്കും ചാൻസ് ഉണ്ട്. പിന്നെ വിവേക് ഗോപനും ഇപ്പോൾ കുറച്ച് ഫേമസ് ആണല്ലോ, അപ്പോൾ പേരും കേൾക്കുന്നുണ്ട്. നോക്കാം. അടുത്തത് RJ അഞ്ജലി. RJ സെക്ഷനിൽ നിന്നൊക്കെ എല്ലാ പ്രാവശ്യവും ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അടുത്തത് RJ ഗദ്ദാഫിൻ്റെ ഇൻ്റർവ്യൂസും അത്യാവശ്യം ഫേമസ് ആണ്, ആളും കുറച്ച് ഫേമസ് ആണ്. നെക്സ്റ്റ് നമ്മൾ ബിജു സോപാനം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഉപ്പും മുളകിലെ ബാലുവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം. അടുത്തത് അനീഷ് രവി, പണ്ട് തൊട്ടേ ഉള്ള ഒരു സീരിയൽ ആക്ടറാണ്. വൽക്കണ്ണാടിയിലൊക്കെ ആൾ ആങ്കറായിട്ട് വന്നിട്ടുണ്ട്, ആളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് രേഖ ഇപ്രാവശ്യം ഇങ്ങനെ പേര് കേൾക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചില കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. ആളൊരു സീരിയൽ ആക്ട്രസ്സാണ്. അടുത്തതായി ഐശ്വര്യ റംസായി, ഏഷ്യാനെറ്റിലെ തന്നെ സീരിയലിലും നായികയാണ് ആള്. പിന്നെ വന്നിട്ട് നമ്മുടെ ശാലു മേനോൻ ആക്ട്രസ്സാണ്, സീരിയൽ ആക്ട്രസ്സാണ്. ആളുടെ പേരും ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അടുത്തത് മല്ലിക പണിക്കർ, ആള് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് വരാനാണ് ചാൻസ്. നെക്സ്റ്റ് അശ്വിനി, പർപ്പിൾ ചേച്ചി എന്നൊക്കെ അറിയപ്പെടുന്ന ആളിപ്പോൾ കുറച്ച് ലൈം ലൈറ്റിലാണുള്ളത്. അടുത്തത് ജാസി, ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരാളാണ്. കാരണം എല്ലാ വീക്കും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ആൾ കൊണ്ടുവരാറുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൊഫൈൽ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്ത ആളാണ്. നെക്സ്റ്റ് വന്ന് സുജിൻ, മല്ലു ഫാമിലിയിലെ ആളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോൺട്രവേഴ്സിയിൽ പെടുന്നുണ്ട്, അപ്പോൾ ആളെയും പേര് കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്ന് പ്രണവിൻ്റെ പേരും ഇടയ്ക്കൊക്കെ ഇപ്പോൾ കുറേ പേര് കേൾക്കുന്നുണ്ട്. അടുത്തത് വന്ന് ഏറ്റവും കുറവ് ചാൻസ് ഉള്ളതാണ് ധന്യ രാജേഷ്. ആളും ഇടയ്ക്കിടയ്ക്ക് ഒരു ലൈം ലൈറ്റിൽ വരുന്ന ആളാണ്. നോക്കാം നമുക്ക് ഇത്തവണത്തെ ബിഗ് ബോസിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന ആളുകളെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.